നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ എങ്ങനെയാണ് ആ മരുന്ന് രോഗം മാറ്റേണ്ട നമ്മുടെ ശരീരത്തിലെ പ്രത്യേക ഭാഗം കണ്ടെത്തുന്നതും രോഗം മാറ്റുന്നതും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മരുന്നിന് ബുദ്ധിയുണ്ടോ? ഇന്ന് നമുക്കൊരു മരുന്നിനോടൊപ്പം ശരീരത്തിനുള്ളിൽ ഇറങ്ങിച്ചെന്ന് എങ്ങനെയാണ് ഒരു മെഡിസിൻ വർക്ക് ചെയ്യുന്നത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമുക്കിത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു വേദന ഉണ്ടെന്ന് കരുതുക. വേദന മാറാനായി കൂടുതലായും ഉപയോഗിച്ചു വരുന്ന പെയിൻ കില്ലർ ഐബുപ്രോഫിൻ കഴിക്കുന്നു. മരുന്നുകളുടെ യാത്ര ആരംഭിക്കുന്നത് മിക്കവാറും വായിൽ നിന്നായിരിക്കും. അത് ചിലപ്പോൾ ഗുളിക രൂപത്തിലാകാം, ചിലപ്പോൾ ലിക്വിഡ് രൂപത്തിലുമാകാം. നിങ്ങൾ ഗുളിക വിഴുങ്ങുന്നു, അത് നിങ്ങളുടെ കഴുത്തുവഴി ആമാശയത്തിലെത്തുന്നു. ചില മരുന്നുകൾ ഇത്തരത്തിൽ വിഴുങ്ങേണ്ടി വരില്ല. ചിലത് ഇഞ്ചക്ട് ചെയ്തായിരിക്കും ശരീരത്തിലെത്തിക്കുക, ചിലത് ഇൻഹേൽ ചെയ്തായിരിക്കും, ചിലത് ശരീരത്തിൽ പുരട്ടിയായിരിക്കും. എങ്ങനെയാണെങ്കിലും എല്ലാറ്റിൻ്റെയും ഉദ്ദേശം ഒന്നുതന്നെ, രോഗം മാറ്റുക. അങ്ങനെ നമ്മുടെ ആമാശയത്തിൽ എത്തിയ പെയിൻ കില്ലർ ഗുളിക അവിടെ വെച്ച് ചെറിയ കഷ്ണങ്ങളായി പൊടിയുന്നു. അതിനുശേഷം ഇവ ചെറുകുടലിലേക്ക് കടക്കുന്നു. ചെറിയ മെഡിസിൻ മോളിക്യൂൾസിനെ ഒപ്പിയെടുക്കാൻ പാകത്തിൽ സ്പോഞ്ച് പോലുള്ള ഭാഗമാണ് ചെറുകുടൽ. ചെറുകുടലിൻ്റെ വാളിലൂടെ നമ്മുടെ മെഡിസിൻ രക്തത്തിലേക്ക് കലരുന്നു. ഇതിനെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. രക്തത്തിൻ്റെ ഒഴുക്ക് ഒരു ഹൈവേ പോലെയാണ്. ഇനി നമ്മുടെ മരുന്നിനെ ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കും. ഒരു ഹൈവേയിലൂടെ വണ്ടികൾ പോകുന്നത് പോലെ നമ്മുടെ മരുന്ന് കൈകളിലൂടെയും കാലുകളിലൂടെയും ബ്രെയിനിലൂടെയും എല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. രക്തത്തിലെ സ്പെഷ്യൽ പ്രോട്ടീൻസ് ഒരു എസ്കോർട്ട് പോലെ ഈ മരുന്നിനെ സേഫായി ഒഴുകാൻ സഹായിക്കും. ചില മെഡിസിൻസ് സൂപ്പർ ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് ശരീരത്തിൻ്റെ ചില ഏരിയ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. ചിലത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടരും. ഈ സമയത്ത് നമ്മുടെ ലിവറും കിഡ്നിയും ഒരു ട്രാഫിക് കൺട്രോളറെ പോലെ പ്രവർത്തിക്കും. എത്ര മെഡിസിൻ ശരീരത്തിൽ നിർത്തണം എന്നത് കണക്കാക്കി ആവശ്യമില്ലാത്തതിനെ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയും. ഇനിയാണ് ആ വലിയ ചോദ്യം. നമ്മളിപ്പോൾ കൈവേദന മാറാൻ കഴിച്ച പെയിൻ കില്ലറായ ഐബുപ്രോഫിന് കയ്യിലാണ് വേദന എന്ന് എങ്ങനെ മനസ്സിലാകും? മരുന്നിന് ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമൊക്കെ കഴിവുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. മരുന്ന് രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിൽ മുഴുവനായും വ്യാപിക്കുന്നു. എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഇങ്ങനെ ചിന്തിക്കുക. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെ മേലെയും പ്രത്യേക ഷേപ്പുണ്ട്. ഇതിന് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നു. ഇത് ഒരു ചെറിയ ലോക്കായി കണക്കാക്കുക. ഇനി ഇതുപോലെ നമ്മുടെ മെഡിസിൻ്റെ മോളിക്യൂളിനും ഒരു പ്രത്യേക ഷേപ്പുണ്ട്. ഈ ഷേപ്പിനെ കീ ആയും കണക്കാക്കുക. നമ്മുടെ മെഡിസിൻ മോളിക്യൂൾസ് റിസപ്റ്റേഴ്സുമായി മാച്ച് ആയാൽ അവിടെ മെഡിസിൻ പ്രവർത്തിച്ച് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഇനി മെഡിസിൻ മോളിക്യൂൾസ് എവിടെയും മാച്ച് ആയില്ലെങ്കിൽ അത് ശരീരത്തിൽ വെറുതെ ഒഴുകി നടക്കുന്നു. ഇനി ഇത് പെയിൻ കില്ലറിൻ്റെ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. നമ്മൾ കയ്യിലെ വേദന മാറാനായി പെയിൻ കില്ലറായ ഐബുപ്രോഫിൻ കഴിക്കുന്നു. നമ്മുടെ ബോഡി പ്രോസ്റ്റഗ്ലാൻഡിൻസ് പോലുള്ള കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് വേദനയും വീക്കവുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ കെമിക്കൽസ് ഉണ്ടാക്കുന്ന റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്താൽ വേദന മാറ്റാൻ കഴിയും. നമ്മുടെ ഐബുപ്രോഫിൻ ഈ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ കീയിൽ ഫിറ്റാകുന്ന ഷേപ്പിലാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റിസപ്റ്ററിൽ ഫിറ്റാവുകയും വേദന ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വേദനയും വീക്കവും മാറുകയും ചെയ്യുന്നു. ഇനി നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ ബാക്ടീരിയയ്ക്ക് നമ്മുടെ കോശങ്ങൾക്കില്ലാത്ത രീതിയിലുള്ള ഷേപ്പ് അല്ലെങ്കിൽ ലോക്കുണ്ട്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ കീ ഇതിൽ മാത്രം ഫിറ്റാകുന്ന രീതിയിലായിരിക്കും നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാതെ ബാക്ടീരിയയെ മാത്രം നശിപ്പിച്ച് രോഗം മാറ്റുന്നു. പല രീതിയിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളുണ്ട്. ചിലത് നമ്മുടെ പെയിൻ സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്ത് പ്രവർത്തിക്കുന്നു. ചിലത് രോഗാണുക്കളോട് പൊരുതാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സഹായിക്കുന്നു. വാക്സിൻ പോലുള്ളവ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ ട്രെയിൻ ചെയ്യുന്നു. നമ്മൾ കഴിച്ച മരുന്ന് ശരീരത്തിൽ തന്നെ നിൽക്കില്ല. ഇവിടെ നമ്മുടെ ലിവർ ഒരു ഫാക്ടറി പോലെ പ്രവർത്തിക്കുന്നു. കിഡ്നി ആവശ്യമില്ലാത്ത മരുന്നിനെ മൂത്രത്തിലേക്ക് തള്ളുന്നു. ഈ പ്രോസസ്സിനെ മെറ്റാബോളിസം അല്ലെങ്കിൽ എലിമിനേഷൻ എന്ന് പറയുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ഇടവിട്ട് മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ എഡ്യൂക്കേഷണൽ 3D എക്സ്പ്ലനേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക.